എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കുറവുണ്ടെങ്കിൽ നോക്കും. നമസ്കാരം, ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന സുപ്രധാനമായ ഒരു തീരുമാനം, അതായത് ഒരു പ്രധാനമായ ഒരു തീരുമാനമാണ് രാവിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പ്രഖ്യാപിച്ചത്. ആ ഒരു പ്രഖ്യാപനത്തിലൂടെ ആശാപ്രവർത്തകരുടെ സമരപ്പന്തൽ ആവേശത്തിലായി. കൂടാതെ കേരളത്തെ പഴിചാരി രക്ഷപ്പെടാമെന്ന സംസ്ഥാന സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ വീണ ജോർജിന്റെയും മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയുമായി. കേന്ദ്രം പണം മുഴുവനും നൽകിയെന്നും പക്ഷേ കേന്ദ്രത്തിന് വിശദാംശങ്ങൾ കേരള സർക്കാർ ഇതുവരെയായിട്ട് നൽകിയിട്ടില്ല എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്നലെ KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള MP-മാർ അടക്കം ഇന്നലെ പാർലമെന്റിൽ ഉന്നയിച്ച കാര്യം. അപ്പോൾ അതിന്റെ ഒരു ഉത്തരവെന്ന നിലയിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇന്ന് പാർലമെന്റിൽ എല്ലാത്തിനും ഒരു മറുപടി കൊടുത്തത്. കേരളം ആശാവർക്കർമാർക്ക് അവർക്ക് ശമ്പളം കൊടുത്തില്ല, അതിന് കേന്ദ്രത്തിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലേക്ക് പണം കൊടുത്തിട്ടുണ്ട് ആശാവർക്കർമാർക്ക് കൊടുക്കാൻ. ആ പണം എവിടെ ചെലവഴിച്ചു, എന്തിനു വേണ്ടി ചെലവഴിച്ചു, ആശാവർക്കർമാരുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടോ എന്നതിന്റെ ഒരു വിശദാംശവും ഇതുവരെയായിട്ട് കേരള സർക്കാർ തന്നിട്ടില്ല എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ ഇന്ന് പാർലമെന്റിൽ വ്യക്തമായി തുറന്നു പറഞ്ഞ കാര്യമാണ്. കൂടാതെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ സ്ഥിരം പരിപാടിയായ ഫണ്ട് എവിടെയൊക്കെയോ തിരിമറിഞ്ഞു പോയിട്ടുണ്ട്. അത് ഹാജരാക്കിയില്ലെങ്കിൽ അടുത്ത ഗഡു നൽകില്ല എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആരാണ് കള്ളം പറയുന്നതെന്ന് മാധ്യമങ്ങൾ കണ്ടുപിടിക്കണമെന്നാണ് ഇന്ന് സുരേഷ് ഗോപി ഇപ്പോൾ, അതായത് വൈകുന്നേരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കറെ കാണാനെത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. അത് തന്റെ ജോലിയല്ല. പാർലമെന്റിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി നുണ പറയുമോ? അപ്പോൾ കള്ളം ആരാണ് പറയുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കണം. സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമായി പറയുന്നുണ്ട്. കാരണം എൻ്റെ നേതാവ് സർജിക്കൽ സ്ട്രൈക്കിന്റെ ആളാണ്. അവിടെ നിന്നും അത് പ്രതീക്ഷിക്കണമെന്ന് സുരേഷ് ഗോപി വ്യക്തമായി സെക്രട്ടേറിയറ്റിൽ ആശാവർക്കർമാരുടെ മുന്നിൽ നിന്നും മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ആശാമാരുടെ സമരപ്പന്തലിലെത്തിയാണ് സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നേരത്തെ കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിരുന്നുവെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാദം. 2025 ഫെബ്രുവരി വരെയുള്ള ഫിനാൻഷ്യൽ മോണിറ്ററിംഗ് റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കേന്ദ്രത്തിന് ലഭ്യമാകുമ്പോഴാണ് അടുത്ത ഗഡു ഫണ്ട് അനുവദിക്കുക എന്നായിരുന്നു അവരുടെ വിശദീകരണം. എന്നാൽ ഇതുവരെയായിട്ട് ഒരു റിപ്പോർട്ടും ആശാവർക്കർമാരുടെ പണവും അവരുടെ ശമ്പളവും സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടും ഇതുവരെയായിട്ട് സംസ്ഥാന സർക്കാരോ അഥവാ കേരള ആരോഗ്യ വകുപ്പോ ഉൾപ്പെടെയൊന്നും തന്നെ കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിട്ടില്ല എന്ന് അടിവരയിട്ട് ഇന്ന് പാർലമെന്റിൽ ആരോഗ്യമന്ത്രി JP നഡ്ഡ പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു തുറന്നു പറച്ചിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ഇത്രയും ദിവസത്തെ ഒരു കള്ളത്തരം പൊളിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ തന്നെ പൊളിച്ചടുക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. What was my first suggestion when I came here, when they requested my presence here? I told them the only loyal means of the money reaching you is ask the Prime Minister to send the central component, whether it is incentive, anything, through direct benefit transfer. That was my suggestion. I have proposed it to the government, the Modi government. They are thinking over it, but there are some hitches. I'm told about it. But I'm keeping my fingers crossed. It might happen. Because my man there at the helm of affairs is a specialist in surgical strikes. There will be a surgical strike. That is my expectation. ചെയ്യാവുന്ന പരമാവധിയല്ല. എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കുറവുണ്ടെങ്കിൽ നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രി പറയുന്നത് ഇതെല്ലാം കൊടുത്തു, ഒരു പൈസ ഇന്നിപ്പോ നിയമസഭയിലടക്കം മന്ത്രി പറയുന്നത് കേന്ദ്രം കഴിഞ്ഞ 2024 0 തന്നത് എന്നുള്ളതാണ്. ശരിയാണ്. അത് നിങ്ങൾ പരിശോധിക്കണം. അത് കേരളത്തിനകത്താണ്.
ഇന്ത്യൻ പാർലമെൻറ്റിൽ ആണ് കേന്ദ്രമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവിടെ ഓൺ റെക്കോർഡ് നുണയൊന്നും പറയാനൊക്കത്തില്ല. അല്ല, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കും. കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് അവസാനിച്ചു. ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തരും. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കും. നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നത്? എൻ്റെ മന്ത്രി, എൻ്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ഓൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത്. അത് നുണയാണോ എന്ന് അന്വേഷിക്കും. അപ്പോൾ ഈ രണ്ട് വാദത്തിന്റെ ഇടയിൽ ആശമാർ ഇനിയും സമരം തുടരേണ്ടി വരുമോ? എന്താണ്? അല്ല, അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനൊക്കെ. ഞാൻ നടക്കുന്ന കാര്യങ്ങളെ എനിക്ക് പറയാനൊക്കെ. അവസാനിക്കുകയല്ല, ഈ സമരം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. 2012 ഈ സംവിധാനം കൊണ്ടുവന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരോട് നിങ്ങൾ ചോദിക്കൂ ഇതിൻ്റെ ഘടന എങ്ങനെയാണെന്ന്. അത് വെച്ചിട്ട് കേന്ദ്രത്തിന് എന്താണ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളത്, എന്താണ് ആ നിയമാവലിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ. ഇതെല്ലാം ഫാക്ട്സ് അല്ലേ? ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ 80-20, 60-40, 50-50 ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ? വകമാറ്റി ചെലവാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് കാര്യത്തിന് കൊടുത്താലും. ആദിവാസികൾക്ക് ഞാൻ കൊടുത്തതിനാണല്ലോ ഒരു വാക്കിൻ്റെ ആയുധം എടുത്തു വെച്ച് അങ്ങ് ഇല്ലായ്മ ചെയ്തത്. തൃപ്തിയായല്ലോ എല്ലാവർക്കും. ആ ഒരൊറ്റ വാക്കിൽ കടിച്ചു തൂങ്ങി അല്ലേ? അതിൻ്റെ വിഷയം എവിടെ പോയി? ആദിവാസികൾക്ക് അയച്ച കാശ് വകമാറ്റിപ്പോയി, അല്ലെങ്കിൽ അടിച്ചു മാറ്റി, അല്ലെങ്കിൽ ലാപ്സാക്കി. എല്ലാം പാപമാണ്. ആ വിഷയം എവിടെ പോയി? ചർച്ചയ്ക്ക് വരാതെ ആക്കിയില്ലേ നിങ്ങളെല്ലാവരും കൂടി? ആശമാരുടെ ഓണറേറിയം സമാനമായ രീതിയിൽ ഇവർ വകമാറ്റുന്നുണ്ട് ഇവിടെ. അല്ല, അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി വ്യാഖ്യാനിക്കേണ്ടതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ കച്ചവട മനസ്ഥിതി വെച്ച്. നിങ്ങൾക്കിത് ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ വാതാടി ഒരാഴ്ച 2 ആഴ്ച കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. അതിനൊന്നും ആയുധമാവാൻ എനിക്കൊക്കെ. കേന്ദ്ര ഫണ്ട് കൊടുത്തു, സംസ്ഥാനം അത് ചെലവഴിച്ചില്ലെന്ന് അറിയില്ല. അപ്പോൾ ഒരു അന്വേഷണ കേന്ദ്രം നടത്തണ്ടേ? കൊടുത്ത ഫണ്ട് എവിടെ പോയെന്ന് അറിയണ്ടേ? എന്തിന്? നിങ്ങളിവിടെ കേരളത്തിലെ ജനങ്ങളില്ലേ? കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങൾ മാധ്യമങ്ങളില്ലേ? നിങ്ങൾ അന്വേഷിക്കും. അതിനും CBI കൊണ്ടുവരണം. അല്ല, അതിനല്ലേ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആവശ്യപ്പെടുന്നത്. ആവശ്യപ്പെടാനൊന്നുമില്ല, കൊടുത്തേ പറ്റൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ഗഡു വരൂ. കൊടുക്കുക, അങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.